നമസ്കാരം. ട്രംപിന് നരേന്ദ്രമോദിയെ ഭയമാണോ? സത്യത്തിൽ ട്രംപിന് നരേന്ദ്രമോദി എന്ന് പറയുന്ന നേതാവിനെ ഭയമാണ്. കാരണം മറ്റൊന്നുമല്ല, ഈ ലോകരാഷ്ട്രങ്ങളുടെയൊക്കെ അധിപൻ താനാണെന്ന് സ്വയം വിചാരിച്ചു നടക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് തന്നെയാണ് നമ്മുടെ ഡൊണാൾഡ് ട്രംപ്. ഈ ഡൊണാൾഡ് ട്രംപിന് തൻ്റെ മുകളിൽ മറ്റൊരാൾ വരുമോ എന്നൊരു ഭയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഞാൻ പറയുന്നതിനപ്പുറം മറ്റൊരാൾ പറയുന്നത് കേൾക്കുവാൻ ലോകരാഷ്ട്രങ്ങൾ തയ്യാറാകുമോ എന്നുള്ള ഭയം. ആ ഭയം തന്നെയാണ് സത്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിയോട് ട്രംപിന് തോന്നുന്ന ഭയവും അസൂയയുമൊക്കെ. കാര്യം മറ്റൊന്നുമല്ല, ഇന്ന് ഭാരതത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ, നരേന്ദ്രമോദി എന്ന് പറയുന്ന നേതാവിൻ്റെ പ്രധാനമന്ത്രിയുടെ വാക്ക് കേൾക്കാൻ മറ്റുള്ള ലോകരാഷ്ട്രങ്ങളെല്ലാം തയ്യാറാകുന്നുണ്ട്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 2014 ശേഷമാണ് ഈ പറയുന്നത് പോലെ ഈ ഭാരതത്തിലെ പ്രധാനപ്പെട്ട ഒരു നേതാവിൻ്റെ വാക്കുകൾക്ക് വേണ്ടി ലോകരാഷ്ട്രങ്ങൾ കാത്തിരിക്കുന്നത്. അത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേതാണ്. ഈ പ്രശ്നം തന്നെയാണ് സത്യത്തിൽ ട്രംപിനെയും അലട്ടുന്നത്. അതിനുള്ള തെളിവുകൾ എന്തെന്ന് ചോദിച്ചാൽ, ഈ കഴിഞ്ഞ കുറച്ചു നാളുകളായി നടന്നു വരുന്ന ചില സംഭവ വികാസങ്ങൾ തന്നെയാണ്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാനെ അടിയറവ് പറയിപ്പിച്ച ഭാരതം, ആ ഭാരതത്തിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാകുന്ന പാകിസ്ഥാൻ, എന്നാൽ ഇതിന് മധ്യസ്ഥത വഹിച്ചത് ഞാനാണെന്ന് പറഞ്ഞ് പിന്നിൽ നിന്നും കയറി വരുന്ന ട്രംപ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ്. പാകിസ്ഥാനും ഭാരതവും തമ്മിലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ ഞാനാണ് ഇടപെട്ടത് എന്ന് പറഞ്ഞ് മറ്റുള്ള രാഷ്ട്രങ്ങളെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്ന ട്രംപിനെയായിരുന്നു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും കാണുന്നതും. കാര്യം, അടിക്കടി അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ട്രംപ് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇതാണ്: ഭാരതത്തിൻ്റെ ചില കാര്യങ്ങൾ നേരെ പോകുവാൻ, നേരെയാക്കുവാൻ ഇടനിലക്കാരനായി നിന്നത്, സഹായിച്ചത് ഞാനാണ്, അമേരിക്കയാണ് എന്നുള്ള ഒരു വാദം. സത്യത്തിൽ അത് നരേന്ദ്രമോദിയെ ഭയന്നുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഈ പറയുന്ന മാധ്യമങ്ങളെയൊക്കെ വിളിച്ചിരുത്തി ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഞാനാണ് അവരെ സഹായിച്ചത് എന്ന് വരുത്തി തീർക്കുവാൻ ട്രംപ് ശ്രമിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ട്രംപിന് ഭയമാണ്. നരേന്ദ്രമോദി എന്ന് പറയുന്ന നേതാവ് വളർന്ന് ട്രംപിൻ്റെ മുകളിൽ എത്തുമോ എന്നുള്ള ഭയം. കാര്യം, ട്രംപ് പറയുന്നതിനേക്കാളും വിശ്വാസത്തിലാണ് ഇപ്പോൾ മറ്റുള്ള രാഷ്ട്രങ്ങൾ ഭാരതം പറയുന്ന, നരേന്ദ്രമോദി പറയുന്ന വാക്കുകളെ എടുക്കുന്നത്. ഏറ്റവും വലിയ ഉദാഹരണം റഷ്യയും ഭാരതവുമായി തമ്മിലുള്ള ബന്ധം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഓരോരോ രാഷ്ട്രങ്ങളെടുത്താലും, ഏതൊക്കെ രാജ്യങ്ങളെടുത്താലും ആ രാജ്യങ്ങളുമായിട്ടും നരേന്ദ്രമോദി വച്ചു പുലർത്തുന്ന ബന്ധം, ആ ബന്ധത്തെ കൂടി സത്യത്തിൽ ഈ പറയുന്ന ട്രംപ് ഭയക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി ഭാരതത്തിൻ്റെ നേതാവ്, ഭാരതത്തിൻ്റെ നായകൻ. ഈ നായകൻ തൻ്റെ മുകളിലേക്ക് കയറി വരുമോ എന്നുള്ളൊരു ഭയമാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന, ഞാനാണ് മറ്റുള്ള ലോകരാഷ്ട്രങ്ങളുടെ അധിപനെന്ന് സ്വയം വിചാരിക്കുന്ന ആ ഒരു വ്യക്തിയെ കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഭാരതവും പാകിസ്ഥാനും തമ്മിൽ ഒരു പ്രശ്നമുണ്ടാകുന്നു. ആ പ്രശ്നത്തിൽ കൃത്യമായ ചില ആവശ്യങ്ങൾ ഭാരതം മുന്നോട്ട് വയ്ക്കുന്നു. അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ തിരിച്ചടി ഭയന്ന് പാകിസ്ഥാൻ ഇതിനൊക്കെ സമ്മതം മൂളുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഞാനാണ് ഭാരതത്തിനെയും പാകിസ്ഥാനെയും തമ്മിൽ ഒരുമിപ്പിക്കുവാൻ ഈ കണ്ട പ്രവർത്തനങ്ങളൊക്കെ ചെയ്തത്, അല്ലെങ്കിൽ ഞാനാണ് ഈ പറയുന്നത് പോലെ ഭാരതത്തെയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ യുദ്ധം അവസാനിപ്പിക്കുവാൻ മുൻകൈയെടുത്തത്, ഞാൻ പറഞ്ഞത് കൊണ്ടാണ് അവർ കേട്ടത് എന്നൊക്കെ വരുത്തി തീർക്കുവാൻ വേണ്ടി ട്രംപ് ശ്രമിക്കുന്നത് മറ്റെന്തിനു വേണ്ടിയാണ്? ഇതുമാത്രമല്ല, മറ്റുള്ള ലോക രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്കിടയിലും ട്രംപ് ഒരാവശ്യവുമില്ലാതെ അങ്ങോട്ട് കയറി തൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്, താനാണ് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു സൈഡിൽ നരേന്ദ്രമോദിയെ ഒരു സുഹൃത്തായി നിലനിർത്തിക്കൊണ്ട് മറ്റ് സൈഡിൽ നിന്ന് നരേന്ദ്രമോദിയുടെയും ഭാരതത്തിൻ്റെയും കാല് വാരാൻ തന്നെയാണ് ഈ പറയുന്ന ട്രംപ് ശ്രമിക്കുന്നത്. അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ട്രംപിന് ഇപ്പോൾ ഭയമാണ്. നരേന്ദ്രമോദി എന്ന് പറയുന്ന നേതാവ്, നരേന്ദ്രമോദി എന്ന് പറയുന്ന ഭാരതത്തിൻ്റെ നായകൻ തനിക്ക് മുകളിൽ മറ്റുള്ള ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു നേതാവായി മാറുമോ എന്നുള്ള ഭയം. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നരേന്ദ്രമോദി ആണിയടിച്ചിരിക്കുന്നത് ട്രംപിൻ്റെ തലയ്ക്ക് തന്നെയാണ്. അല്ലെങ്കിൽ ഞാനാണ് അധിപൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കുന്ന ട്രംപിൻ്റെ ദുർവിചാരങ്ങൾക്ക് മുകളിലാണ് സത്യത്തിൽ നമ്മുടെ
ഭാരതത്തിൻ്റെ നായകനായ നരേന്ദ്രമോദി ആണിയടിച്ചിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.